നിങ്ങളൊരു വട്ടപൂജ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. എല്ലാവരും കരുതും ഞാൻ വട്ടപൂജ്യമാണ്, ഞാൻ തൊടുന്നതെല്ലാം തോൽവിയിലോട്ട് പോകുന്നുണ്ട്, ഞാൻ പരാജയമാണ്, ഞാൻ ഒരു ബിഗ് സീറോയാണ്, എന്റെ ജീവിതം കൊണ്ട് ഒന്നും തന്നെ നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നേട്ടങ്ങളും കൈവരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾക്കായി നാം ഈ ഭൂമിയിലോട്ട് വെറുതെ ജീവിച്ച് മരിക്കാനായിട്ടല്ല വന്നത്. നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, കുറേ സ്വപ്നങ്ങളുണ്ട്. അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സാധിക്കാതെ പിന്നെ ആർക്കാണ് സാധിക്കുക? ഒരു ദിവസം ഒരു പൂച്ച മരം കയറാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മരം കയറാനായിട്ട് അതിന് സാധിച്ചില്ല. കൂടെ നിന്ന പരിഹാസം ഒരുപാട് ഏറ്റുവാങ്ങി. കൂടെ നിന്ന കൂട്ടുകാരുടെ കളിയാക്കലും ഒക്കെ, അയ്യേ നീ ഒരു പൂച്ചയായിട്ട് ഒരു മരം കയറാൻ നിനക്ക് സാധിക്കുന്നില്ലേ, കഷ്ടം തന്നെ നിന്റെ കാര്യം. പൂച്ചയാകട്ടെ കയറുന്നു, താഴെ വീഴുന്നു, കയറുന്നു, താഴെ വീഴുന്നു. അവസാനം എങ്ങനെയൊക്കെയോ തത്തിപ്പിടിച്ച് പൂച്ച മരത്തിലോട്ട് കയറി. കാരണം പൂച്ച കയറാനുള്ള കാരണം പൂച്ചയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. താഴെ നിന്ന് പറഞ്ഞ ആരുടെയും പരിഹാസമോ താഴെ നിന്ന് പറഞ്ഞ ആരുടെ കളിയാക്കലുകളോ പൂച്ച കേട്ടില്ല. കാരണം പൂച്ചയുടെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. പൂച്ചയ്ക്ക് ചെവി കേൾക്കില്ല. പക്ഷെ ആ പൂച്ച അവിടെ എത്താൻ കാരണം അതിന് ഒരു മനോധൈര്യം ഉണ്ടായിരുന്നു. തന്റെ താഴെ നിന്ന് പറഞ്ഞ കൂട്ടുകാരുടെ പരിഹാസങ്ങളെല്ലാം അതിന് ഊർജമാണ് കിട്ടിയത്. അതെല്ലാം വിചാരിച്ചു അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരെന്നെ മോട്ടിവേഷൻ ചെയ്യുകയാണ്. പൂച്ച സക്സസ് ആയിട്ട് ഉയരത്തിലോട്ട് എത്തി. ഇതുപോലെയാണ് നിങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പല കളിയാക്കലുകളും പല പ്രതിസന്ധികളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കാം. അതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുക. അതൊന്നും വേണ്ട. ലോകം അങ്ങനെയാണ്. നാം ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കംപ്ലൈന്റ്സ് പറയാനും നമ്മുടെ ജഡ്ജ് ചെയ്യാനുമാണ് ലോകത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്കൊരു സ്വപ്നമുണ്ട്, ഞാൻ അതിലോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും, എന്റെ ജീവിതം ഞാൻ എത്തിപ്പിടിക്കും. അതിനായിട്ടാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. പ്രതിസന്ധികൾ ആർക്കാണ് ഇല്ലാത്തത്? പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരാളുമില്ല. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. എഫോർട്ട് എടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം അളവിൽ എഫോർട്ട് എടുക്കുക. ലോകം പഴി പറഞ്ഞുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രതിസന്ധികൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. യു ഡ്രീം വിൽ കം ട്രൂ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് അതിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. പല പട്ടികളും റോഡിൽ നിന്ന് കുറച്ചെന്ന് വരും. എല്ലാ പട്ടികൾക്കും നാം കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോയാൽ നാം എത്തേണ്ട സ്ഥലത്ത് എത്തില്ല, അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യണം? ഒരു പട്ടിയെ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞു, അടുത്ത പട്ടിക്കായിട്ട് നാം വെയിറ്റ് ചെയ്യരുത്. അവിടെ നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നാം ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട്, സ്റ്റഡി ആയിട്ട്, സ്പീഡിൽ ചെയ്യുക, എഫോർട്ട് എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് നേടാനുള്ളത് ആ സ്വപ്നങ്ങളുടെ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴായാലും നിങ്ങൾക്ക് ഒരു ദിവസം വരും. നിങ്ങളുടെ ദിവസം വളരെ വിദൂരത്തിലല്ല, അടുത്താണ്. അതിനായി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്തട്ടെ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടതുപോലെ നാളെ നിങ്ങളും വലിയൊരാളായി നിങ്ങളെയും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു ദിവസം വരും. അത് വളരെ അടുത്താണ്. കൂടുതലായിട്ട് സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് നാം മാത്രമേ ഉള്ളൂ എന്ന കോൺസെപ്റ്റ് വെക്കുക. എപ്പോഴും നല്ല ശുഭാപ്തി വിശ്വാസത്തോട് മുന്നോട്ട് പോവുക. അതിനായിട്ട് കഴിയട്ടെ. ഹാപ്പി ലൈഫ്. താങ്ക് യു.